ആശങ്കയുടെ വാർത്തകൾ തന്നെയാണ്, സംശയമില്ല. നിപയൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ ബാധിച്ച വിഷയം നമുക്കറിയാം. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കോഴിക്കോട് മേഖലയിൽ ഉണ്ടാക്കിയ ഒരു രോഗമാണ്. വവ്വാലുകൾക്കാണ് അന്ന് ഒരുപാട് പഴി കേട്ടത്. ഇപ്പോൾ സമാനമായി തന്നെ പലവിധ വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും മറ്റും വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പഴങ്ങൾ ഭക്ഷിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും കോഴിക്കോട്ട് നിപ ബാധിച്ചയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന ആശങ്കാജനകമായ വാർത്തയാണ് രാവിലെ നൽകാനുള്ളത്. കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരികയാണ്. അതിന് കാത്തിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. കാരണം കൂടുതൽ പേർക്ക് പടർന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ കാര്യമായി തന്നെയുണ്ട്. കേന്ദ്ര സംഘം ഇന്നെത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. നിപ ഉറവിടം കണ്ടെത്തുകയാണ് കേന്ദ്ര സംഘത്തിന്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഇതിപ്പോൾ നമുക്ക് അറിയാം, കോഴിക്കോട് ജില്ല എന്നുള്ളത് നിപ ബാധ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ കൺട്രോളിലായി എന്ന് വിശ്വസിക്കുന്ന സമയത്താണ് വീണ്ടും ആശങ്കാജനകമായി കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ തൽക്കാലം ഒരാളിൽ മാത്രമാണ് നിപ എന്ന രീതിയിലാണോ കാര്യങ്ങൾ, അതോ കൂടുതൽ രോഗ കേസുകൾ സംശയിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ ഒറ്റയാൾക്ക് മാത്രമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയവരടക്കമുള്ള ആളുകൾക്ക് ഇതുവരെ രോഗബാധ സ്ഥിരീകരിക്കുകയോ അവരിൽ മറ്റ് ലക്ഷണങ്ങൾ പ്രകടമാക്കുകയോ ചെയ്തിട്ടില്ല. ഈ രോഗം സ്ഥിരീകരിച്ച 43-കാരൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേകം ക്രമീകരിച്ച ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് 2 നോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ചികിത്സയാണ് പുരോഗമിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമായി കൃത്യമായ പരിശോധനകൾ മാറി മാറി നടത്തും. ഒപ്പം ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിലുണ്ടാകുന്ന വ്യതിയാനം പ്രത്യേകം രേഖപ്പെടുത്തുന്നതിനും അത് പരിശോധിക്കുന്നതിനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ ആദ്യ ഡോസ് കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒപ്പം ഈ 3 പേരെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ചു. അവരുടെ നിരീക്ഷണത്തിനായാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ 3 പേരുടെയും ശവങ്ങൾ ഈ നിപ രോഗബാധയുണ്ടോ എന്ന പരിശോധന നടത്തുന്നതിനായി ശവങ്ങൾ അവരുടേത് അയച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഫലം കിട്ടുന്ന മുറയ്ക്കാവും അക്കാര്യത്തിലൊരു വ്യക്തത വരും. എന്തായാലും രോഗലക്ഷണങ്ങൾ പ്രകടമല്ലാതെയും ഒരുപക്ഷെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ റൂട്ട് മാപ്പ്, എവിടെയൊക്കെ പോയി ആരൊക്കെയുമായി സമ്പർക്കം പുലർത്തി എന്നിങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പർക്ക പട്ടിക പുറത്തുവിട്ടിരുന്നു. അതിൽ 77 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. അദ്ദേഹം പോയ ആശുപത്രികൾ, മറ്റിടങ്ങൾ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു. 58 പേർ ഇതിൽ ആരോഗ്യ പ്രവർത്തകർ മാത്രം ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ പട്ടികയിലേക്ക് ഒരു 10 പേരെ കൂടി ഉൾപ്പെടുത്തി ഈ പട്ടിക വിപുലീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിൽ 16 പേരാണ് ഉൾപ്പെടുന്നത്. ലോ റിസ്കിൽ 67 ഉൾപ്പെടെ 87 അംഗങ്ങളായിട്ടാണ് ഈ പട്ടിക. നേരത്തെ 77 പേർ ഉൾപ്പെടുന്ന പട്ടികയാണ് പുറത്തുവിട്ടതെങ്കിൽ 10 കൂട്ടി 87 പേർ ഈ പട്ടികയിൽ ഉൾപ്പെടും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 മക്കൾ, അച്ഛൻ, അമ്മ എന്നിവരാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്തിടപഴകിയ ആളുകൾ. അവർക്കൊന്നും രോഗലക്ഷണങ്ങൾ നിലവിലില്ല. അവരെ കൃത്യമായി നിരീക്ഷിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് ഈ രോഗബാധ ഉണ്ടായത് എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. നേരിട്ട് ഈ വവ്വാൽ കാഷ്ടത്തിലും മറ്റുമൊക്കെ അദ്ദേഹം ഈ ഗോഡൗൺ ശുചീകരിച്ചപ്പോൾ സ്പർശിച്ചതാണോ, അല്ലെങ്കിൽ വവ്വാൽ കഴിച്ച സപ്പോട്ടയുടെയോ അല്ലെങ്കിൽ മറ്റ് പഴങ്ങളുടെ അംശമോ കഴിച്ചതാണോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളുള്ളതിൽ ഈ രോഗബാധ ഉള്ള അല്ലെങ്കിൽ ഈ വൈറസ് സാന്നിധ്യമുള്ള സപ്പോട്ട കഴിച്ചതാവാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന ഒരു നിരീക്ഷണമുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായി നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നമുക്കറിയാം, നേരത്തെ ഈ വവ്വാലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് വില്ലൻ. വവ്വാൽ കടിച്ച പഴങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് കേട്ടിരുന്നു. വവ്വാലുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു. അന്നും ഈ സമാനമായി തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ എത്തുകയും വിലയിരുത്തലുകൾ നടത്തുകയും ഏതാണ്ട് കൺട്രോളായി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്ത സമയത്താണ് വീണ്ടും നിപ എന്നൊരു അപകടം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അത് ആശങ്ക തന്നെയാണ്, സംശയമില്ല. ഇപ്പോൾ കേന്ദ്ര സംഘം എത്തുമ്പോൾ അവരെന്തൊക്കെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? നിപ എന്ന രോഗത്തിൻ്റെ ഗൗരവം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ സംസ്ഥാനം കൂടിയാണ് കേരളം. അതനുസരിച്ചുള്ള സഹായം വേണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണം, നമുക്കൊരു സപ്പോർട്ടും വേണം. അത്തരം കാര്യങ്ങളിലൊക്കെ വിശദമായ കൂടിയാലോചന ഉണ്ടാകുമോ?
തീർച്ചയായും നാഷണൽ ഡിസീസ് കൺട്രോൾ സെൻറ്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത്. നേരത്തെയും ഈ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ട സമയങ്ങളിൽ അവർ കൃത്യമായി എത്തുകയും വിശകലനങ്ങൾ നടത്തുകയും ചെയ്തു. ഏതുതരം വവ്വാലുകളാണ് ഇത്തരം രോഗം പരത്തുന്നത്, അല്ലെങ്കിൽ വവ്വാലുകളിൽ വഴി മാത്രമാണോ ഈ രോഗം പരത്തുന്നത്, ഈ നേരത്തെ രോഗം സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലങ്ങളുടെ ഒരു സ്വഭാവം തുടങ്ങിയ പല കാര്യങ്ങളും അവർ പരീക്ഷിച്ചിരുന്നു. എന്തായാലും ആ പഠനങ്ങളുടെ ഒരു തുടർ ചർച്ചകൾ അല്ലെങ്കിൽ തുടർ പഠനങ്ങൾ തന്നെയാണ് ഇത്തവണയും നടക്കുക. നമുക്കറിയാം, ഈ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതാണ് എന്ന് ദേശീയ തലത്തിൽ തന്നെ ഒരു വിലയിരുത്തലുണ്ട്. പലപ്പോഴും ഇത്തരം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നേട്ടമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഈ കേസിൽ തന്നെ 43 വയസ്സുകാരൻ ആദ്യത്തെ തവണ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് താരതമ്യേന ചെറിയ ആശുപത്രിയാണ്. പിന്നീട് കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങളിൽ നിന്നും നിപ്പ ആയിരിക്കുമെന്ന സംശയത്തിലേക്ക് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും നിപ്പ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ നിപ്പ രോഗബാധ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എത്തിയ ശേഷം അദ്ദേഹം ഒരുപാട് സമ്പർക്കത്തിലേക്കും മറ്റും പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലും കൂടുതൽ ആളുകൾക്ക് രോഗബാധയുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഈ രാമനാട്ട് നഗരസഭയുടെ ഡിവിഷൻ 5-ലെ 286 വീടുകളിൽ ഇതിനകം തന്നെ സർവേ നടത്താൻ ആരോഗ്യ പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 12 പേർക്ക് മാത്രം നേരിയ പനി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്തു. പക്ഷേ അവർക്കാർക്കും ഈ നിപ്പയുമായി ബന്ധപ്പെട്ട മറ്റു രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാവാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ സംഘം പരിശോധിക്കും. ഒപ്പം കൃത്യമായി തന്നെ ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ ഈ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായ ചില വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നുള്ളതാണ്. കാരണം ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ദിവസം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. അദ്ദേഹം 2 ദിവസം കോഴിക്കോട് ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത്. പക്ഷേ അദ്ദേഹം യാത്ര റദ്ദാക്കാതെ നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോയി. അതിൽ വലിയ വീഴ്ചയുണ്ട് എന്ന ആരോപണമാണ് CPM ഇപ്പോൾ പറയുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ നിപ്പ രോഗബാധ ഉണ്ടാകുമ്പോൾ ആ നിമിഷം തന്നെ അന്നത്തെ ആരോഗ്യമന്ത്രിമാർ കോഴിക്കോട്ടേക്ക് എത്തുകയും അവിടെ യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കൂടുതൽ ആളുകളിലേക്ക് പരക്കാതിരിക്കുകയും അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിക്കണമെങ്കിൽ അത് ചെയ്യുക, മറ്റ് നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തിരുന്നു. പക്ഷേ എന്നാൽ ഇത്തവണ അത്തരമൊരു സമീപനം ഉണ്ടായില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറയുന്നത്. ഒപ്പം കോഴിക്കോട് നിന്നുള്ള ഏക CPM-ൻ്റെ MLA ആയ ബേപ്പൂർ MLA, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലം കൂടിയാണ് ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ നിപ്പ രോഗബാധ ഉണ്ടായിരിക്കുന്ന ഈ ഫറൂഖ് കോളേജ് ഭാഗമൊക്കെ വരുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു നേരിട്ടുള്ളൊരു നിയന്ത്രണം ഏകോപനമൊക്കെ മന്ത്രി നടത്തണം എന്ന ആവശ്യമായി മുഹമ്മദ് റിയാസും രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മന്ത്രിമാരുടെ നേരിട്ടുള്ള ഏകോപനം ജില്ലയിലെത്തി ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ കൂടുതൽ കടുപ്പിച്ച് ഇടതുപക്ഷം രംഗത്തെത്താനുള്ള അതാണ്. ഏതായാലും രാഷ്ട്രീയമായും നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയമായും പോരടിച്ച ഒരു രോഗമാണ് നിപ്പ രോഗബാധ. അന്ന് നിപ്പ റാണി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചതൊക്കെ ഇപ്പോഴത്തെ മന്ത്രിയാണ് വിശേഷിപ്പിച്ചത്, അന്നത്തെ ആരോഗ്യമന്ത്രിയെ. അതൊക്കെ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും നിപ ആരോഗ്യ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയപരമായും പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് ഭീതിയില്ലാതെ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കണം. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാകണം. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത്തരം ആവശ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. പുതിയ സർക്കാരാണ്, പുതിയ ആരോഗ്യമന്ത്രിയാണ്. കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്യുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി അവർക്കുണ്ട്.